വീടുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ദുരിതബാധിതർക്ക് കൈമാറണം എന്നാണ് നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ ആഗ്രഹം. അപ്പം അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വയനാട് പോലത്തെ ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ കാലാവസ്ഥയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ നവംബർ വരെ നല്ല രീതിയിൽ മഴ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ മഴ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ മഴ പെയ്താൽ പോലും ആ ഒരു മഴയുടെ ഇമ്പാക്റ്റ് ഇവിടുത്തെ വർക്കിനെ സാരമായി ബാധിച്ചിരുന്നു. കാരണം മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നല്ലോ. സോ ഇവിടെ ആകെ നിലവിൽ 1 കിലോമീറ്റർ മാത്രമാണ് പഴയ റോഡുള്ളൂ. സോ ബാക്കിയുള്ള എല്ലാ ഏരിയയിലേക്കും റോഡ് വർക്ക് നടക്കുന്ന ഓരോ ഏരിയയിലേക്കുള്ള മെറ്റീരിയൽ എത്തിക്കേണ്ട കാര്യങ്ങളാവട്ടെ, ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ എല്ലാ രീതിയിലും ഈ കാണുന്ന മഴ ഞങ്ങളെ രീതിയിൽ സാരമായി ബാധിച്ചിരുന്നു. അതിന് പുറമെ പറയുകയാണെങ്കിൽ ഇപ്പം നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊരു ഡേ നൈറ്റ്, ഇപ്പം ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നും തന്നെ ഈ വയനാട്ടിലുള്ള ആളുകളല്ല, വളരെ വിരലെണ്ണാവുന്ന 1-2 ആളുകൾ മാത്രമായിരിക്കും വയനാട് പ്രദേശമായിട്ടുള്ള ആളുകൾ. ബാക്കിയുള്ള എല്ലാവരും വരുന്നത് താഴെ ജില്ലകളിൽ നിന്നും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഇവർക്കും വർക്ക് ചെയ്യാൻ മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രത്തോളം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ തൊഴിലാളികൾ ഞങ്ങളോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സോ മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ നേരിടുന്നുണ്ട്. പക്ഷേ പറയുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മോണിറ്ററിങ്ങും ഗവൺമെൻറ്റിൻ്റെ ഒരു വീക്ഷണവും അതിൻ്റെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നെരുങ്ങിയാലും കുഴപ്പമില്ല, നന്നായിട്ട് വർക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ തീവ്രശ്രമവും ഞങ്ങൾ നടത്തുന്നുമുണ്ട്.